കൊള്ളാവുന്ന ഏതെങ്കിലും ഹോസ്പിറ്റലിന് ജോയിൻ ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാ ഇവിടുത്തെ വേക്കൻസി വന്നുപെട്ടത്. എന്ന് വെച്ച് ജോബിൻ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയാ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടിയത്. ജോബിൻ മാരീഡ് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് വെറൊരു സൗഹൃദത്തിനപ്പുറത്തേക്ക് പോവാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ലായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ പിന്നെ അവന്റെ ജീവിതത്തിൽ ഇങ്ങനൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. അതുമാത്രമല്ല, നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമുള്ളവരാണെന്ന കാര്യം എന്നിൽ നിന്നും മാളുവിൽ നിന്നും അവന് മറച്ചു വെക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ശരിയാണ്, പണ്ടത്തെ പരിചയം ബന്ധമെന്നൊക്കെ പറഞ്ഞ അറിയാതെയാണെങ്കിലും മാളോ ആന്റിയോ ഞങ്ങളുടെ റിലേഷനെ സംശയത്തോടെ കാണുമെന്ന് ജോബിന് നല്ല പേടിയുണ്ടായിരുന്നു. സോറി, അത് വിശ്വസിക്കാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ട്. ഇതുവരെ ഞാൻ അറിയാത്ത ഒരു രഹസ്യങ്ങളും എന്റെ മോന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് നേര് തന്നെയാ. 10 പൈസയുടെ ഒരു മുട്ടുസൂചി വാങ്ങിയാൽ പോലും അവൻ ഇവിടെ വന്ന് ഡേയ്സമ്മയോട് ആ കാര്യം വിസ്തരിച്ചു പറയും. ആന്റിയേക്കാൾ ജോബിന് പേടി മാളുവിനെയായിരുന്നു. ഇത്തരം കാര്യങ്ങളില് മാളവിക വളരെ പൊസസീവ് ആയിരുന്നു. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അലീനെ വിളിക്കുമ്പോഴൊക്കെ പലപ്പോഴും മാളുവാ അവനെ ഫോൺ എടുക്കാൻ നിർബന്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് രണ്ടുപേരും തമ്മിലുള്ള നാടകമാണെന്ന് എനിക്കും മാളുവിനും അറിയില്ലായിരുന്നല്ലോ. ആന്റി എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക. അങ്ങനെ ഒരു പ്ലാനിങ്ങും ഞാനും ജോബിനും തമ്മിൽ ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം സത്യം, ആന്റി അമ്മച്ചിയും കരുതുന്ന പോലെ ജോബിന്റെയും മാളുവിന്റെയും പേഴ്സണൽ ലൈഫ് അത്ര ഹാപ്പി ആയിരുന്നില്ല. മമ്മിയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ജോബിൻ പലപ്പോഴും ആന്റിയുടെ മുന്നിൽ സന്തോഷം അഭിനയിക്കുകയായിരുന്നു. പരസ്പരം അഭിനയിച്ച് ഫലിപ്പിക്കാൻ ഞാനും എന്റെ മോനും നാടകശാലയൊന്നും നടത്തുന്നില്ല ഇവിടെ. പരസ്പരം തുറന്ന് സംസാരിക്കാൻ പറ്റാത്തതായി ഞങ്ങൾക്കിടയിൽ ഒന്നുമില്ലായിരുന്നു. അതുപോട്ടെ, ജോബിൻ സന്തോഷം അഭിനയിക്കുകയായിരുന്നു എന്ന് അലീനയ്ക്ക് എങ്ങനെ മനസ്സിലായി? അവൻ പറഞ്ഞോ? അതെ, പുറമേ കാണുന്ന ഈ കളിച്ചിരികൾക്കപ്പുറം ജോബിന്റെ ഉള്ളില് എന്തോ ഒരു സങ്കടം ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആദ്യമൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴൊക്കെ അവൻ ഒഴിഞ്ഞു മാറി. പക്ഷെ ജോബിൻ അത് ഒരിക്കലും എന്നോട് തുറന്നു പറയേണ്ടി വന്നു. സത്യത്തിൽ അങ്ങനെയാ ഞങ്ങൾ തമ്മിൽ വീണ്ടും അടുക്കുന്നത്. എന്നതായിരുന്നു അവന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സങ്കടം? ഞങ്ങളൊന്ന് അറിയട്ടെ, അല്ലേ ഡേയ്സമ്മോ? മാണു എല്ലാ കാര്യത്തിലും ജോബിനേക്കാൾ കൂടുതൽ അപ്പുവിനെ കൺസിഡർ ചെയ്യുന്നത് ജോബിനെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. അങ്ങനെ ചെയ്യരുതെന്ന് ജോബിൻ പലവട്ടം സൂചന കൊടുത്തിട്ടും അതൊന്നും വകവയ്ക്കാതെ മാണു അപ്പുവിന് വേണ്ടി കൂടുതൽ സമയം നീക്കിവെച്ചു. അപ്പു കഴിഞ്ഞിട്ടേ തനിക്ക് ജോബിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ സൗകര്യപ്പെടുകയുള്ളൂ എന്ന് മാളു ഒരിക്കൽ ജോബിനോട് പറഞ്ഞിട്ടുണ്ടത്രേ. അത് മാത്രമല്ല, അപ്പു അവിടെ ഉള്ളപ്പോ മാളുവിന്റെ റൂമിലാവും കൂടുതൽ സമയവും. ജോബിന് അവരുടെ പ്രൈവസിയിൽ ഇടപെടുന്നതൊന്നും മാളുവിന് ഇഷ്ടമായിരുന്നില്ല. അങ്ങനെ വല്ലാതെ വീർപ്പ് മുട്ടുന്നൊരവസ്ഥയില് ജോബിനെ കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി ആന്റി. സമയം കിട്ടുമ്പോഴൊക്കെ എന്നാൽ കഴിയുന്ന വിധം ഞാൻ അവനെ ആശ്വസിപ്പിച്ചു. എന്ന് കരുതി അത് നിങ്ങൾ ആരും ഉദ്ദേശിക്കുന്ന രീതിയില് ഒരു വഴിവിട്ട ബന്ധമായിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പിനെ മാളു വല്ലാതെ തെറ്റിദ്ധരിച്ചു. മാളുവിനെ കൊണ്ടത് ചെയ്യിച്ചതൊക്കെ അപ്പുവാണെന്ന് ജോബിൻ... മതി, നിർത്ത. ഈ കള്ളക്കഥയൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് വിട്ടവരോട് പറഞ്ഞേക്ക് ഞാൻ ഇതൊക്കെ വിശ്വസിച്ചു എന്ന്. അപ്പുവും മാളുവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നും ഏത് തരത്തിലുള്ളതാണെന്നും മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ വക നമ്പറുകളൊന്നും ഇവിടെ ഏൽക്കില്ല എന്ന് പറഞ്ഞേക്ക്. ആന്റി, ഇനി ഇതേക്കുറിച്ചൊരു വാക്ക് പോലും അലീനയുടെ ഭാഗത്തു നിന്നുണ്ടാകരുത്. പറഞ്ഞല്ലോ, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല, ഇനിയൊട്ട് വിശ്വസിക്കുകയില്ല. മറ്റൊന്നും പറയാനില്ലെങ്കിലേ അലീനയ്ക്ക് പോകാം. ആന്റി, പ്ലീസ്, ഇനിയും എന്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഇത്രയും നേരം അനുവദിച്ചു തന്നത് എന്റെ മര്യാദയാ. പ്ലീസ്. വേഗം പോകാൻ നോക്ക്. ആള് നമ്മൾ വിചാരിച്ച പോലെ അത്രയും കുഴപ്പക്കാരിയല്ലാന്ന് തോന്നുന്നു, അല്ലേ ഡേയ്സമ്മോ? ഇങ്ങ് വന്നേ. എന്താ മിഷി? എന്നതാണേലേ
നിനക്ക് ഭാഗ്യമുണ്ട് കേട്ടോ. ദേശമ്മ വിചാരിച്ച പോലെ നിന്നോട് ബഹളത്തിന് വന്നില്ലല്ലോ. അല്ല, ആദ്യം ഞാനൊന്നും പറഞ്ഞ് ഭയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാ കൂടുതൽ കോലാഹലമൊന്നും ഉണ്ടാകാതിരുന്നത്. അല്ലടി കൊച്ചേ, ആ മാളുവിനെയും മറ്റേ പിശാചിനെയും പറ്റി പറഞ്ഞതൊക്കെ സത്യമാണോ? ഓ, കേട്ടിട്ട് എന്റെ ചങ്ക് കലങ്ങിപ്പോയി. അമ്മച്ചിയുടെ ചങ്ക് കലങ്ങിയിട്ട് എന്താ കാര്യം? കലങ്ങണ്ടവരുടെ ചങ്കിന് ഒരു കുലുക്കോ ഇല്ലല്ലോ. ഡേസി ആന്റിക്ക് ഇപ്പോഴും മാളുവിനെ അപ്പൂനെ അല്ലേ വിശ്വാസം? അത് നീ പറഞ്ഞത് നേരാ. അവളോട് പണ്ടേ ഡേസമ്മയ്ക്ക് ഒരു ചായവുണ്ട്. അത് ആ കൊച്ചു ശരിക്കും മുതലെടുക്കുന്നുണ്ട്. എന്നാലുവേ ആന്റിക്ക് സ്വന്തം മോനെക്കാളും വിശ്വാസം മരുമോളെ അവളുടെ കൂട്ടുകാരനെയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആന്റി അവരോടൊപ്പം നിൽക്കുന്നതുകൊണ്ടാ അമ്മച്ചിയുടെ ജോക്കുട്ടൻ ഇപ്പോ ഈ അവസ്ഥയായത്. എത്രയൊക്കെ ആയാലും ഞാൻ പണ്ട് സ്നേഹിച്ചിരുന്ന ആളല്ലേ അമ്മച്ചി. അയാൾക്കൊരു വിഷമം വരുമ്പോ കൂടെ നിൽക്കുന്നത് അത്ര വലിയ തെറ്റാണോ? അതൊക്കെ ശരി തന്നെ കൊച്ചേ. എന്നാലും അവനൊരു കൂടും കുടുംബം ഒക്കെ ഉണ്ടെന്ന് നീ ആലോചിക്കേണ്ടതല്ലേ? അതെ, ഇങ്ങനൊരു കൂടും കുടുംബമൊന്നും ഇല്ലാതിരിക്കുന്ന നല്ലത്. എല്ലാത്തിനും കാരണം നിന്റെ അപ്പനാ. അങ്ങേര് ആ പിടിവാശി പിടിച്ചില്ലായിരുന്നെങ്കിലേ ഇപ്പൊ അവൻ കെട്ടിയ മിന്നെ നിന്റെ കഴുത്തേ കിടന്നേനെ. ആ, അതെന്റെ വിധി എന്ന് വെച്ച് വൈകിട്ടൊന്നുമില്ല. അമ്മച്ചി കൂടി ഒന്ന് മനസ്സ് വെച്ചാ അത് ഇനി വേണമെങ്കിലും നടക്കാവുന്നല്ലേ ഉള്ളൂ. അമ്പടി, നീ ആള് കൊള്ളാമല്ലോ. എന്താ അമ്മച്ചിക്കത് ഇഷ്ടായില്ലേ? അതോ ജോക്കുട്ടൻ എന്നും ഇങ്ങനെ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത മട്ടില് കിടന്ന് കഷ്ടപ്പെടുന്ന കാണാനാണോ ഇഷ്ടം? നീ പറഞ്ഞതുപോലെ അന്ന് നടന്നിരുന്നെങ്കിലേ ഒരു നല്ല കാര്യമായിരുന്നു. എന്നാലും ഒരെന്നാലും ഇല്ലെന്നേ ഞാൻ പറഞ്ഞില്ലേ. അമ്മച്ചിയും കൂടെ മനസ്സ് വെക്കണം. എന്താ അപ്പോ ജോക്കുട്ടൻ ഇപ്പൊ എവിടെയുണ്ടെന്ന് നിനക്കറിയാവോ? അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാന്നേ. എന്നെ സഹായിക്കാന്ന് അമ്മച്ചി വാക്ക് തന്ന ജോബിന് എവിടെയുണ്ടെങ്കിലും ഞാൻ കൊണ്ടുവന്ന് അമ്മച്ചിയുടെ മുന്നിൽ നിർത്തി തരല്ലേ? നിന്നെ എനിക്ക് വിശ്വസിക്കാവല്ലോ അല്ലടി കൊച്ചേ. നീ പറഞ്ഞതൊക്കെ വിശ്വസിച്ച് കൂടെ നിന്നിട്ട് ഒടുക്ക നീ ഒന്നിന്റെ സ്വഭാവം കാണിച്ചാലേ ഡേസമ്മയുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റാതാവൂ എനിക്ക്. അതെന്ത് പറച്ചില്ല അമ്മച്ചി? ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് അമ്മച്ചിക്ക് തോന്നുന്നുണ്ടോ? ഒന്നുമില്ലേലും നമ്മളൊക്കെ സത്യക്രിസ്ത്യാനികളല്ലേ. ദേ, ഈ കാർഡിൽ എന്റെ നമ്പർ ഉണ്ട്. ഡേസി ആന്റി പുറത്തേക്ക് പോകുന്ന നേരം നോക്കി അമ്മച്ചി എന്നെ വിളിക്ക്. അപ്പോ കാര്യങ്ങളൊക്കെ എങ്ങനെ വേണമെന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. എന്ന് ഞാൻ പോട്ടെ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. അതെ, ഡേസമ്മ ഇല്ലാത്തപ്പോഴേ ഞാൻ വിളിച്ചു കേട്ടോ. മതി മതി, അത് മതി. ശരി അമ്മച്ചി. മാളു അയച്ച വക്കീൽ നോട്ടീസിന്റെ വിവരം വല്ലതും അറിഞ്ഞോ അശ്വതി? അത് ടീച്ചർ കൈപ്പറ്റിയിട്ടല്ലേ ഉള്ളൂ അമ്മേ. ഇനി എന്തു വേണമെന്ന് അവരുടെ ഭാഗത്തു നിന്നല്ലേ തീരുമാനം ഉണ്ടാവേണ്ടത്. തീരുമാനം ഉണ്ടാകാനൊന്നുമില്ല. അവരുടെ ഭാഗത്തു നിന്നും ആറിത്തണുത്ത പ്രതികരണമാണെങ്കിലേ കൊച്ചിനെ കൊണ്ട് നേരിട്ട് കുടുംബ കോടതി കേസ് കൊടുപ്പിക്കണം. അപ്പൊ കോടതിയായിട്ട് അവനെ അങ്ങ് വിളിപ്പിച്ചോളുമല്ലോ. എന്നിട്ടും ചെല്ലാതിരുന്നാലേ കേസ് നമ്മുടെ കൊച്ചിന് അനുകൂലമായിട്ട് വിധിയാകും. ബന്ധം പിരിയാൻ കോടതി നേരിട്ട് അനുവാദം കൊടുക്കും. നമ്മൾ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയ മാളുവിനെ കൊണ്ട് ഇങ്ങനെ ഒരു നോട്ടീസ് അയപ്പിച്ചെന്ന് ടീച്ചറിന് നല്ല സംശയമുണ്ട്. അവർക്ക് സംശയം ഉണ്ടെങ്കിൽ സംശയിച്ചോട്ടെ. ഇപ്പൊ ആവശ്യം നമ്മുടെ ആയിപ്പോയില്ലേ? അല്ലാതെ അവരെന്താ കരുതിയത്? കണ്ട പെണ്ണുങ്ങൾക്കൊപ്പം വേലിചാടി നടക്കുന്നതിന് വേണ്ടി നമ്മുടെ കൊച്ച് കണ്ണീരും കൈയുമായിട്ട് കാത്തിരിക്കുമെന്നോ? ആഹാ, അത് കൊള്ളാലോ. ഇക്കാലത്ത് ഒരു പെങ്കൊച്ചുങ്ങളും അങ്ങനെ മെനക്കെടില്ല. നീ നോക്കിക്കോ, ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ നമ്മൾ മാളുവിന്റെ കല്യാണം ആർഭാടമായിട്ട് നടത്തും. അതും ആ ടീച്ചറിന്റെ മോനേക്കാളും 10 മടങ്ങ് യോഗ്യതയുള്ള നല്ല തറവാടിയായ ചെറുക്കനുമായിട്ട്. എന്റെ അമ്മേ, ഇപ്പോഴേ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ആ, എന്താ ചിന്തിച്ചാല്? മാളു എന്തു മനസ്സിൽ കണ്ടിട്ടാണാവോ ഇതിനൊക്കെ മുന്നിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം. എനിക്കിത് ആലോചിക്കുമ്പോ നല്ല പേടിയും ടെൻഷനും ഒക്കെ ഉണ്ട്. നീ എന്തിനാ അശ്വതി പേടിക്കുന്നേ? ഒരിക്കൽ അവളുടെ ഇഷ്ടത്തിനൊത്ത് താളം തുള്ളിയവരല്ലേ നമ്മള്. ഇനി നമ്മള് പറയുന്ന അവള് കേൾക്കണം. എന്തായാലും ഇനി അവളുടെ ജീവിതം കുത്തഴിഞ്ഞു പോകാൻ നമ്മളായിട്ടൊരു അവസരം ഉണ്ടാക്കരുത്. അതാ ഞാൻ പറഞ്ഞത്. ബന്ധം പിരിഞ്ഞു കഴിഞ്ഞാൽ ഏറിയ 3 മാസത്തിനുള്ളിൽ അവക്കൊരു പുതിയ ജീവിതം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന്. ഞാൻ ഇപ്പോഴേ ആ ദല്ലാളി ശിവൻകുട്ടിയോടൊന്ന് സൂചിപ്പിച്ചാലോ എന്ന് ആലോചിക്കുക. ഒരിക്കൽ കണ്ടപ്പോഴേ അയാൾ എന്നോട് നമ്മുടെ ബന്ധത്തിൽ ഏതെങ്കിലും പറ്റിയ പെൺകുട്ടികളുണ്ടെങ്കിൽ പറയണേന്ന് പറഞ്ഞു.
നല്ല ബന്ധം വല്ലതും ആണെങ്കിൽ രണ്ടാം കെട്ടായാലും വലിയ കുഴപ്പമില്ലെന്ന് എന്റെ അഭിപ്രായം. അമ്മയൊന്നും അടങ്ങുന്നുണ്ടോ? ഈ കാര്യമൊന്നും ഇപ്പോഴേ മാളുവിനോട് പറയാൻ നിൽക്കണ്ട കേട്ടോ. ഇനി അവൾ അതിന്റെ പേരിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന ആർക്കറിയാം. അതെ, നീ ഇനി അതേക്കുറിച്ചൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. എങ്ങനെയെങ്കിലും ഈ ബന്ധം ഒന്ന് പിരിഞ്ഞു കിട്ടിക്കോട്ടെ. ബാക്കിയൊക്കെ എങ്ങനെ വേണമെന്ന് എന്റെ മനസ്സിൽ കൃത്യമായ ചില പദ്ധതികളൊക്കെ ഉണ്ട്. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ഒന്ന് നിന്ന് തന്നാ മതി. പെണ്ണിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യമൊക്കെ എനിക്ക് വിട്ടേക്ക്. അതിനു മുമ്പേ ആ പണിക്കരുടെ കൊച്ചുമായിട്ടുള്ള സഹവാസമൊക്കെ അങ്ങ് നിർത്തിയേക്കണം. പണിക്കരതിനെ ബാംഗ്ലൂർക്കോ മറ്റോ അയക്കാൻ പോകുന്നു പറഞ്ഞിട്ട് എന്തായി? അപ്പൊ ഇപ്പൊ ഉടനെ പോകുന്നില്ലെന്നാ ഗീതേച്ചി വിളിച്ചപ്പോ പറഞ്ഞത്. ഹോ, നാശം പിടിക്കാൻ. അതിനെ ഈ നാട്ടിൽ നിന്ന് അങ്ങ് കെട്ടിയെടുത്താൽ തന്നെ പകുതി മനസ്സമാധാനം ഉണ്ടാവും. അതിങ്ങനെ കയറി ഇറങ്ങി നടക്കുന്നത് കൊണ്ടാ നമ്മുടെ കൊച്ചിന്റെ ഭാവി ഇങ്ങനെ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുന്നത്. എന്റെ കൃഷ്ണ, അതിനെ ഈ നാട്ടിൽ നിന്നൊന്ന് ഓടിച്ചു വിടാൻ എന്തെങ്കിലും ഒരു മാർഗം നീയായിട്ടുണ്ടാക്കി തരണേ. ഞാനിത് കൊണ്ടേ മാളൂന് കൊടുത്തിട്ട് വരാം. എന്റെ ഈശ്വര, നല്ലത് മാത്രം വരുത്തണേ. അരവിന്ദനെന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ? വാ, ഇരിക്കൂ. വി പി ഇവിടെ ഉണ്ടാവുമെന്ന് ഞാനൊന്ന് സംശയിച്ചു. എന്തായാലും രണ്ടും കൽപ്പിച്ചെങ്കിൽ പോകുന്നു. ഇവിടെ ഇല്ലെങ്കിൽ മാത്രം പിന്നെ എവിടെയാണെന്ന് തപ്പിയെടുത്താൽ മതിയല്ലോ എന്ന് കരുതി. അതിനെന്താ? അതിനിപ്പോ എത്ര സംശയിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ. എന്നെ വിളിച്ചാൽ മതിയായിരുന്നല്ലോ. പഴയ നമ്പറിൽ ഞാൻ കുറേയധികം വിളിച്ചു. ആ നമ്പർ നിലവിലില്ലെന്നാ പറയുന്നേ. സോറി, ഞാനത് മറന്നു. പഴയ നമ്പർ ഞാൻ ക്യാൻസൽ ചെയ്ത കാര്യം പെട്ടെന്ന് ഓർത്തില്ല. അല്ല, എന്താ പെട്ടെന്ന് ഇങ്ങനൊരു വിസിറ്റ്? അത് പറയാം. വന്ന കാര്യം ചൂടോടെ തന്നെ പറഞ്ഞേക്കാം. ഇപ്പോ വി പിയുടെ അവസ്ഥ എങ്ങനെയാ? അവസ്ഥ എന്ന് വെച്ചാ എന്തായാലും എന്താ ഉദ്ദേശിക്കുന്നത്? അല്ല, വേറെ എന്തെങ്കിലും എൻഗേജ്ഡ് ആണോ എന്ന് ആദ്യം അറിയണം. എന്നാലേ വന്ന കാര്യം പറയാൻ പറ്റൂ. തൽക്കാലം ഞാൻ ഒന്നിലും എൻഗേജ്ഡ് അല്ല. മിസ്സിസ് ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോ തുടങ്ങിയിരുന്നു. അവരതിൻ്റെ കാര്യമായിട്ട് മിസ് ചെയ്യാ. പിന്നെ അപ്പു തനിച്ചല്ലേ ഉള്ളൂ ഇവിടെ. അതുകൊണ്ട് തൽക്കാലം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുന്നു. രക്ഷപ്പെട്ടു. സത്യം പറയാലോ വി പി, തന്നെ ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോയിട്ടുണ്ടാവുമെന്ന് ഞാനൊന്ന് പേടിച്ചു. ഒന്ന് രണ്ട് ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് അത്ര സ്യൂട്ടാവില്ലെന്ന് കരുതി ഞാനായിട്ട് തന്നെ വേണ്ടെന്ന് വെച്ചതാ. നന്നായി വി പി. ഇനി സ്ട്രെയിറ്റ് ആയിട്ട് കാര്യത്തിലേക്ക് വരാം. ക്ലാസ് എടുക്കാൻ തയ്യാറായി അന്ന് വി പി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നപ്പോൾ വി പിയോട് അസൗകര്യം പറഞ്ഞത് അത് തന്നോടുള്ള ഇഷ്ടക്കുറവോ അവിശ്വാസമോ ഒന്നും കൊണ്ടല്ല. അപ്പോഴത്തെ സാഹചര്യത്തിന്റെ ഗൗരവം വി പിക്ക് ഓർമ്മ കാണുമല്ലോ. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലായിരുന്നു. എന്താ അന്നൊരു തിരിച്ചുവരവ് എനിക്ക് ആവശ്യമായി തോന്നിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ ഇറങ്ങിയ ഉടനെ അരവിന്ദനെ സമീപിച്ചത്. അപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ എന്റെ സൗകര്യം മാത്രമേ നോക്കിയുള്ളൂ. അരവിന്ദന് അത് അസൗകര്യമായിട്ട് തോന്നിയത് സ്വാഭാവികം മാത്രം. അതിലെനിക്ക് തന്നോട് പരിഭവമൊന്നുമില്ല കേട്ടോ. വി പി അങ്ങനെ ചിന്തിക്കുന്ന ഒരാളല്ലെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഇത്ര ധൈര്യത്തോടെ ഇങ്ങോട്ട് കയറി വന്നത്. അരവിന്ദൻ വന്ന കാര്യം പറഞ്ഞില്ല. ഉള്ളത് പറയാലോ വി പി, താൻ ആ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം അതിന്റെ കാര്യം ആകെ കഷ്ടത്തിലാ. താൻ സ്ഥിരമായി വരാതായതിനു ശേഷം ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റുഡൻസിന്റെ എണ്ണം നേരെ പകുതിയായി. പുതിയ അഡ്മിഷന്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട. 1-2 ഫാക്കൽറ്റിയെ ഞാൻ അല്ലാതെ കൊണ്ടുവന്നു. അവർക്കൊന്നും സ്റ്റുഡൻസിനെ തൻ്റെ അത്രയും ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റിയില്ല. റിസൾട്ടിന്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട. 50% ഡൗൺഫോൾ വന്നെന്ന് തന്നെ പറയാം. അങ്ങനെ സ്ഥാപനം അങ്ങ് വൈൻഡപ്പ് ചെയ്താലോന്ന് വരെ ഞാൻ ആലോചിച്ചു പോയി. ഇപ്പോഴും താനൊരു നോ ആണ് പറയുന്നതെങ്കിൽ ഞാൻ അതേക്കുറിച്ച് തന്നെ ചിന്തിക്കും. അല്ല, അരവിന്ദൻ എന്താ ഉദ്ദേശിക്കുന്നത്? പഴയതുപോലെ താൻ അതിന്റെ തലപ്പത്തുണ്ടാവണം. എങ്കിൽ അടുത്ത ആഴ്ച ഈ അക്കാഡമിക് ഇയർ ഓപ്പൺ ആവുമല്ലോ. നമുക്ക് പഴയതുപോലെ ഒരു പിടി പിടിച്ചാലോ? പബ്ലിസിറ്റിയും ക്യാൻവാസിങ്ങും എല്ലാം താൻ എനിക്ക് വിട്. താൻ ഓൾ ഇൻ ഓളായി നിന്ന് അതൊന്ന് ടേക്ക് ഓവർ ചെയ്യണം. എന്തു പറയുന്നു? താൻ റീജോയിൻ ചെയ്തു എന്നറിഞ്ഞാൽ പഴയതുപോലെ സ്റ്റുഡൻസിന്റെ ഒരു ഓവർഫ്ലോ തന്നെ ഉണ്ടാവുമെന്ന് എനിക്കുറപ്പാ.
മുങ്ങിത്താണ് നിൽക്കുന്ന ഒരു സ്ഥാപനത്തെ രക്ഷിക്കാൻ തനിക്ക് എൻ്റെ കൂടെ ഒന്ന് നിന്നൂടെ വി പി? അരവിന്ദൻ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അന്ന് അരവിന്ദൻ പറഞ്ഞ അസൗകര്യങ്ങളൊക്കെ ഇപ്പോഴും എൻ്റെ മുന്നിലുണ്ട്. അതിലൊന്ന്, ഞാൻ മാനസിക രോഗത്തിന് ചികിത്സ നേരിട്ട ഒരാളാണ്. രണ്ടാമത്, എൻ്റെ കുട്ടി ഒരു ട്രാൻസ്ജെൻഡറാണ്. ഹൂ കെയേഴ്സ്? പിന്നെ തൻ്റെ മകളൊരു ട്രാൻസ്ജെൻഡർ ആയി പോയതുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആരും കുട്ടികളെ പറഞ്ഞേക്കാതിരിക്കുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുടെ കാലം കഴിഞ്ഞടോ. അത് നേരത്തെ മനസ്സിലാക്കാതെ പോയത് എൻ്റെ തെറ്റ്. അതെ, എന്താ വി പിയുടെ അഭിപ്രായം? അരവിന്ദൻ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കൊന്ന് ആലോചിക്കണം. ആലോചിച്ചോ? പക്ഷേ ഒരു യെസ് ഓർ നോ അതെനിക്കിപ്പോൾ അറിയണം. ഞാൻ പറഞ്ഞില്ലേ, താൻ സമ്മതിക്കുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ജീവനോടെ സ്നേഹിച്ച ആ സ്ഥാപനം സൊസൈറ്റിക്കും നമുക്കും പ്രയോജനം ചെയ്യും. അതല്ല, താനൊരു നോ ആണ് പറയുന്നതെങ്കിൽ ദാ ഇവിടുന്ന് നേരെ ചെന്ന് ഒരു താഴ് വാങ്ങി ഞാൻ അതങ്ങ് പൂട്ടിയിടും. രണ്ടും കൽപ്പിച്ച എൻ്റെ ഈ വരവ്. തൽക്കാലം അരവിന്ദൻ താഴ് വാങ്ങാൻ വരട്ടെ, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. മതി, ഇത്രയും കേട്ടാ മതി. ബാക്കി താൻ എനിക്ക് വിട്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് സംസാരിക്കണം. അതിന് നമുക്ക് സൗകര്യം പോലെ ഒന്നിരിക്കാം. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഓ, അത്യാവശ്യം ഇത്തിരി മരാമത്ത് പണികളൊക്കെ അവിടെ ചെയ്യാനുണ്ട്. അതിനുള്ള ഏർപ്പാടുണ്ടാകണം. ബാക്കിയൊക്കെ നമുക്ക് സൗകര്യം പോലെ സംസാരിക്കാം. ശരി. ആഹാ, ഇതാരാ വന്നേ? അപ്പുവിന് എന്നെ മനസ്സിലായോ? അരവിന്ദനങ്ങളുടെ എനിക്കറിയാം. അങ്ങനെ മറക്കാൻ പറ്റുമോ? ഇടയ്ക്ക് ഞാൻ നിങ്ങളെ ഒന്ന് മറന്നു. അതിന്റെ പ്രായശ്ചിത്തം ചെയ്യാനാ ഇപ്പൊ വന്നത്. ബാക്കിയൊക്കെ അച്ഛൻ പറയും. വി പി, എന്നാ ഞാൻ ഇറങ്ങുവാണേ. ശരി, ഓക്കെ. എന്താ സംഭവം? ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് എന്നെ ക്ഷണിക്കാമെന്നത് അരവിന്ദൻ. ഞാനില്ലെങ്കിൽ അയാൾ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാന്ന്. ആഹാ, അത് കൊള്ളാലോ. അപ്പോ അരവിന്ദൻ സാറിന് ബുദ്ധി ഉദിച്ചു തുടങ്ങി. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു, അഭിമാനവും. വി പിയുടെ വില എന്താന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. യു ആർ ഗ്രേറ്റ് വി പി. വി പി ആരാണെന്ന് ഇപ്പൊ പ്രൂവ് ചെയ്ത് കഴിഞ്ഞില്ലേ? തനിക്ക് എന്താ വേണ്ട? അയ്യോ, ഇതൊക്കെ തന്നെ ധാരാളം. ഇത് തന്നെ ബി പി നിർബന്ധിച്ചിട്ടാ. മതി ചേട്ടാ. എന്താ സംഭവം എന്ന് പറഞ്ഞില്ലല്ലോ. അതൊക്കെ പറയാം, താൻ കഴിക്കേ. അത് വേണ്ട. നിന്ന നിൽപ്പിൽ കൂട്ടിക്കൊണ്ടുവന്ന് ട്രീറ്റ് തരാൻ അതിനുവേണ്ടി എന്ത് മഹാ അത്ഭുതം സംഭവിച്ചതെന്ന് എനിക്കറിയണം. എന്നിട്ടേ ഞാൻ കഴിക്കുന്നുള്ളൂ. ഞാനത് പറയുന്നതിന് മുമ്പ് ക്യാൻ യു ഗസ് ഈ സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് തനിക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുമോ? അപ്പുവായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും ആണോ? ആ, വേണമെങ്കിൽ അങ്ങനെ പറയാം. അപ്പവും താനും ഒക്കെ ഇതിൽ കണക്റ്റഡാ. വി പിയുടെ ആഗ്രഹം പോലെ അപ്പൂടെ നിൽക്കാൻ സംഭവിച്ചോ? ഏയ്, അതൊന്നും നല്ല വിഷയം. എങ്കിൽ ഗസിംഗ് പരിപാടി ഇവിടെ നിർത്തി. ഇനി മാറ്ററിലേക്ക് വാ. ശരിക്കും എന്താ ഉണ്ടായത്? എടോ, എന്നെ ഈ സൊസൈറ്റി വീണ്ടും അംഗീകരിച്ചു തുടങ്ങി. സോറി, എനിക്ക് മനസ്സിലായില്ല. സൊസൈറ്റി അംഗീകരിക്കാന്ന് പറഞ്ഞാ? വിജയ് പണിക്കർ ഇതിനു മുമ്പ് ഈ സൊസൈറ്റിയിൽ എന്തായിരുന്നു? ബി പി ഇതിനു മുമ്പ് അറിയപ്പെടുന്ന ഒരു മോട്ടിവേറ്റർ ആയിരുന്നു. ഒരുപാട് ശിക്ഷകണങ്ങളുള്ള ഒരു അധ്യാപകൻ. അതേ സ്റ്റാറ്റസ് വിജയ് പണിക്കർ വീണ്ടും നിലനിർത്താൻ പോകുന്നു. ബി പി, ഈ സസ്പെൻസിന്റെ ലാംഗ്വേജ് എനിക്ക് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ. എന്താ സംഭവം വെച്ചാൽ തുറന്നു പറയ്. അതേടോ, എന്നെ എന്റെ സേവനങ്ങളെയും വീണ്ടും ഈ സൊസൈറ്റിക്ക് ആവശ്യമുണ്ടെന്ന് ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞ വിജയ് പണിക്കർ പഴയതുപോലെ തന്റെ കരിയർ റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അതിനുള്ള ഔദ്യോഗിക ക്ഷണം ഇന്ന് കിട്ടി. ഇന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പാർട്ട്ണർ അരവിന്ദൻ എന്നെ കാണാൻ വന്നിരുന്നു. ആഹാ, എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞു? ഞാൻ വീണ്ടും ഇവിടെ ക്ലാസ് എടുക്കാൻ ചെല്ലണമെന്ന്. കഴിഞ്ഞ കുറെ നാളായി എന്റെ ആബ്സെൻസ് അയാളുടെ സ്ഥാപനത്തെ വല്ലാതെ മോശമായി ബാധിച്ചിരുന്നുവെന്ന്. അതുകൊണ്ട് പഴയതുപോലെ പാർട്ട്ണർഷിപ്പ് വ്യവസ്ഥയിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയാൾ എന്നെ വീണ്ടും വിളിച്ചു.